ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് സ്വർഗത്തിൽ എന്തൊക്കെയോ കരുതിയിട്ടാണ്. അത് നമ്മൾ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതുകളും കേട്ടിട്ടില്ലാത്ത ഒരു ദേശം, ആ ദേശം നമുക്ക് അവകാശമായിട്ട് തരാനായിട്ടാണ്. നശിച്ചു പോകുന്നതോ അശുദ്ധമായതോ ഒന്നുമില്ലാത്ത ഒരു അവകാശമാണ് നമുക്ക് ദൈവം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ആ ഒരു അവകാശം നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയും അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യണം. ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ജീവകിരീടം, ജീവജലം, അതുപോലെ തന്നെ ജീവജല നദിയിൽ നിന്ന് വെള്ളം തരിക, പിന്നെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ തരിക. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രോഫികളാണ്. അന്ത്യകാലത്ത് വിശ്വാസത്യാഗത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിശ്വാസത്തെ അട്ടിമറിച്ചുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? ഈ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങൾക്കാക്കി മാറ്റി. ഒരു ചർച്ചിലൊരു ഗ്രൂപ്പ് ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ വിഷയങ്ങൾ ലൗകികമായ വിഷയങ്ങളാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ സ്വർഗം എന്ന് പറയുന്നത് അമേരിക്കയും കാനഡയും ഒക്കെയാണോ? തീക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഭൂമിയും ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം. അപ്പം അതോടുകൂടെ നശിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ അമേരിക്കയും കാനഡയും ജർമ്മനിയും ഒക്കെ. അവിടം ലക്ഷ്യമാക്കി പോയി നമ്മൾ നാളെ തീക്കകത്ത് വീഴും. അപ്പം അതിന് പകരം ഈ വിഷയങ്ങൾ മാറ്റി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത നിത്യമായ ഒരു അവകാശം, ആ അവകാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, നമ്മൾ അതിനു വേണ്ടിയിട്ട് ജീവിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. താങ്ക്സ് ഫോർ വാച്ചിങ്.